എല്ലാവർക്കും നമസ്കാരം. ഞാനിപ്പോൾ ഉള്ളത് ചെന്നൈയിലാണ്. ചെന്നൈയിൽ നിന്നുള്ള മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ഇന്ത്യയിലെ തന്നെ ഫേമസ് ആയ മറീന ബീച്ചാണ്. മറീന ബീച്ച് എന്ന് പറയുന്നത് 13 കിലോമീറ്റർ നീളമുള്ള ഇന്ത്യയിലെ ഒന്നാമത്തെയും വേൾഡിലെ രണ്ടാമത്തെ ലോങ്ങസ്റ്റ് ബീച്ചുമാണ്. ചെന്നൈയിലെ ടൂറിസ്റ്റ് സ്ഥലങ്ങളിൽ ഒന്നാം സ്ഥാനത്താണ് മറീന ബീച്ച്. നമുക്ക് ബീച്ചിലേക്കുള്ള കാഴ്ചകൾ കാണുന്നതിനു മുൻപ് ബീച്ചിൻ്റെ തൊട്ടടുത്തായി സ്ഥിതി ചെയ്യുന്ന തമിഴ്നാട്ടിലെ മുൻ മുഖ്യമന്ത്രിമാരായ MGRൻ്റെയും ജയലളിതയുടെയും സ്മൃതി മണ്ഡപത്തിലേക്കാണ്. MGRൻ്റെയും ജയലളിതയുടെയും സ്മൃതി മണ്ഡപത്തിലേക്കുള്ള കവാടമാണിത്. ഇവരുടെ രാഷ്ട്രീയ പാർട്ടിയായ AIADMKയുടെ ഒഫീഷ്യൽ ചിഹ്നമായ രണ്ടിലയുടെ മാതൃകയിലാണ് ഈ കവാടം നിർമ്മിച്ചിരിക്കുന്നത്. ഇവിടെ ചിറകു വിരിച്ചു നിൽക്കുന്ന ഒരു കുതിരയെ നമുക്ക് കാണാൻ സാധിക്കും. ഗ്രീക്ക് മിഥോളജിയിൽപ്പെട്ട ടെഗാസസ് എന്നറിയപ്പെടുന്ന പ്രതിമയാണിത്. നമുക്കിതിൻ്റെ അകത്തേക്ക് പോയി നോക്കാം. ചെന്നൈയിൽ വരുന്നവർ തീർച്ചയായും കണ്ടിരിക്കേണ്ട സ്ഥലമാണിത്. മറീന ബീച്ചിൽ എത്തുന്ന ആൾക്കാരിൽ ഭൂരിഭാഗം പേരും ഈ സ്ഥലം സന്ദർശിച്ചിട്ടാണ് പോകുന്നത്. അകത്തേക്ക് കയറി ചെല്ലുമ്പോൾ തന്നെ MGRൻ്റെയും ജയലളിതയുടെയും 2 പ്രതിമകൾ കാണാൻ സാധിക്കും. വളരെ മനോഹരമായിട്ടാണ് അത് നിർമ്മിച്ചിരിക്കുന്നത്. ഇനി നമുക്കിവിടെ കാണാനുള്ളത് MGRൻ്റെയും ജയലളിതയുടെയും ശവകുടീരമാണ്. ശരിക്കും ഇതൊരു ചരിത്ര സ്മാരകം പോലെ ലോകോത്തര നിലവാരത്തിൽ പണി കഴിപ്പിച്ചിരിക്കുകയാണ്. നമ്മളിപ്പോൾ ഉള്ളത് MGRനെ അടക്കം ചെയ്തിരിക്കുന്ന സ്ഥലത്താണ്. തമിഴ്നാടിൻ്റെ മുൻ മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ തമിഴ്നാടിൻ്റെ സൂപ്പർ സ്റ്റാറുമായിരുന്നു MGR. ആയിരത്തി 1987 അദ്ദേഹം മരണപ്പെട്ടത്. ഇവിടെ എത്തുമ്പോൾ ഒരുപാട് ആളുകൾ അദ്ദേഹത്തിനോടുള്ള ആദരസൂചകമായി തൊട്ടു വണങ്ങുന്നതും കരയുന്നതുമൊക്കെ നമുക്ക് കാണുവാൻ സാധിക്കും. ഇവിടെ നിന്ന് നമ്മൾ അടുത്തതായിട്ട് പോകുന്നത് ജയലളിതയുടെ ശവകുടീരത്തിലേക്കാണ്. നമ്മളിപ്പോൾ ഉള്ളത് ജയലളിതയെ അടക്കം ചെയ്തിരിക്കുന്ന സ്ഥലത്താണ്. ഇവിടെ എത്തുമ്പോൾ ഒരുപാട് ആളുകൾ ആദരസൂചകമായി തൊട്ടു വണങ്ങുന്നതും കരയുന്നതുമൊക്കെ നമുക്ക് കാണുവാൻ സാധിക്കും. ഒരു രാഷ്ട്രീയ നേതാവിന് ഇത്രയധികം ആരാധകർ ഉണ്ടെന്നുള്ളത് ഇവിടെ വന്നാൽ നമുക്ക് നേരിൽ കാണാൻ സാധിക്കും. നമ്മളിപ്പോൾ കണ്ടത് തമിഴ്നാടിൻ്റെ മുൻ മുഖ്യമന്ത്രിമാരായ MGRൻ്റെയും ജയലളിതയുടെയും ശവകുടീരമാണ്. അപ്പോൾ ഇനി നമുക്ക് തിരിച്ച് ബീച്ചിലേക്കുള്ള കാഴ്ചകളിലേക്ക് പോകാം. റോഡിനിരുവശവും സ്റ്റീൽ ബാരിക്കേഡുകളും മാർബിൾ വിരിച്ച നടപ്പാതകളും കൊണ്ട് അതിമനോഹരമാക്കിയിരിക്കുകയാണ്. റോഡ് സൈഡിൽ നിന്നും 1/2 കിലോമീറ്റർ നടന്നു വേണം ബീച്ചിലെത്താൻ. ബീച്ചിലേക്ക് പോകുന്ന വഴിയുടെ 2 സൈഡിലും നിരവധി കടകളുണ്ട്. കരകൗശല സാധനങ്ങൾ വിൽക്കുന്ന നിരവധി കടകൾ ഇവിടെ കാണുവാൻ സാധിക്കും. രാവിലെ കഴിക്കുവാനുള്ള ബ്രേക്ക്ഫാസ്റ്റാണ് ഒരാൾ ഈ ബാഗിൽ കൊണ്ട് നടന്ന് വിൽക്കുന്നത്. കടകളൊക്കെ തുറന്നു വരുന്നതേ ഉള്ളൂ. വൈകുന്നേരമാവുമ്പോഴേക്കും ഇവിടെ ആളുകൾ തിങ്ങി നിറഞ്ഞു നിൽക്കും. അത് വല്ലാത്തൊരു കാഴ്ചയാണ്. ഇവിടെ നമുക്ക് ഇഷ്ടമുള്ള മീൻ സെലക്ട് ചെയ്ത് കൊടുത്താൽ ലൈവായി ഫ്രൈ ചെയ്ത് കിട്ടും. രാവിലെ തന്നെ ബീച്ചിൽ നല്ല തിരക്കാണ്. കുതിര സവാരിക്കായി എല്ലായിടത്തും പല നിറത്തിലുള്ള കുതിരകൾ നിൽക്കുന്നത് കാണാൻ കഴിയും. 13 കിലോമീറ്ററുകളിലായി വ്യാപിച്ചു കിടക്കുന്ന ഈ ബീച്ച് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഒന്നാമത്തെ ബീച്ചാണ്.
ചെന്നൈയിലെ ടൂറിസ്റ്റ് സ്ഥലങ്ങളിൽ ഒന്നാം സ്ഥാനത്താണ് മറീന ബീച്ച്. ചെന്നൈയിൽ വരുന്നവർ തീർച്ചയായും കണ്ടിരിക്കേണ്ട സ്ഥലമാണിത്. ഏറ്റവും കൂടുതൽ സഞ്ചാരികൾ എത്തുന്ന ചെന്നൈയിലെ ഒരു സ്ഥലവുമാണിത്. വൈകുന്നേരം ആവുമ്പോഴത്തേക്കും ആളുകളെ കൊണ്ട് ഇവിടെ തിങ്ങി നിറഞ്ഞു നിൽക്കുന്നത് കാണാം. നിരവധി സഞ്ചാരികളാണ് ഇവിടേക്ക് ഒഴുകിയെത്തുന്നത്. ഏറ്റവും കൂടുതൽ ബീച്ചുകളുള്ള നഗരം കൂടിയാണ് ചെന്നൈ. നിരവധി ഇനം ഫ്രൂട്ട്സുകൾ കൊണ്ട് നിർമ്മിക്കുന്ന ഫ്രൂട്ട് സലാഡുകളുടെ ഒരു കടയാണത്. ചോളം ഉപയോഗിച്ച് നിർമ്മിക്കുന്ന നിരവധി സാധനങ്ങൾ ഇവിടെ നിന്നും കിട്ടും. ചെന്നൈ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ധാരാളം ബസ്സുകളും ഓട്ടോറിക്ഷകളും ഈ ബീച്ചിലേക്ക് വരുന്നതിനായി ലഭിക്കും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക. ഇനി നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. നന്ദി.